ഈ ഈ പ്രതിഷേധം തുടങ്ങി പല ഘട്ടങ്ങളിലും ഒരു സംഘർഷ സമാന സാഹചര്യം ഉണ്ടായെങ്കിലും ആ ഘട്ടങ്ങളിലൊക്കെ പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. അതിനിടയിൽ ചില പോലീസുകാരുടെ മുഖത്തൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു എന്ന് റിപ്പോർട്ടുകളും വന്നു. അവരുടെ ഷീൽഡും ലാത്തിയും ഒക്കെ ഈ SFI പ്രവർത്തകരുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ അതിനിടയിൽ കാണുകയും ചെയ്തതാണ്. അലക്സ് റാം മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നു. അലക്സ്, ഇപ്പോൾ ഈ കൂടുതൽ പ്രവർത്തകർ ഈ മതിലൊക്കെ കടന്ന് ഈ ക്യാമ്പസിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഗേറ്റുകൾ അല്ലെങ്കിൽ ആ വാതിലുകളൊക്കെ തുറക്കാൻ അവർ ശ്രമം നടത്തുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അറസ്റ്റിന് തൽക്കാലം വഴങ്ങുന്നില്ല എന്നാണോ കരുതേണ്ടത്? സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ച ചാൻസലറായ ഗവർണർക്കെതിരെയും സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്കെതിരെയുമാണ് SFIയുടെ പ്രതിഷേധം. കാലിക്കറ്റ്, കണ്ണൂർ, കേരള സർവകലാശാലകളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. നമ്മൾ ഇത് കാണുന്നത് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ക്യാമ്പസിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ പ്രധാന ബ്ലോക്കിലേക്കുള്ള വാതിൽ പോലീസ് ഇപ്പോൾ ബന്ധിച്ചിരിക്കുകയാണ്. അത് ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തകരുടെ നീക്കമാണിത്. അലക്സ, കേൾക്കാമെങ്കിൽ കൂടുതൽ പ്രവർത്തകരൊക്കെ ഈ സർവകലാശാലയ്ക്കകത്തേക്ക് എത്തിയിട്ടുണ്ട്. പല വഴികളിലൂടെ അവർ ഇതിനകത്തേക്ക് ആ ബ്ലോക്കിലേക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്കാണെന്ന് ഞാൻ കരുതുന്നു, അതിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജനാല വഴിയൊക്കെ പ്രവർത്തകരിങ്ങനെ ആ അകത്തേക്ക്, സർവകലാശാലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതും ഒക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സർവകലാശാല ഹോളിലേക്കൊക്കെയാണ് ആ പ്രവർത്തകർ കടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ പല വഴിയിലൂടെ പ്രവർത്തകരെ സർവകലാശാലയ്ക്ക് അകത്ത് കടന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഈ പ്രതിഷേധം കുറെ കൂടി കടുപ്പിക്കാനാണ് ഇപ്പോൾ SFI ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അലക്സ്, തീർച്ചയായും, അതായത് ഈ പ്രധാനപ്പെട്ട ഡോറിന് മുന്നിൽ പോലീസ് വലിയ ബന്ധവസ്ഥയിലുള്ള പ്രവർത്തകരെ തടഞ്ഞു. ഡോറൊക്കെ അടച്ച് തടയാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ചാടിക്കടന്ന പ്രവർത്തകർ അകത്തേക്ക് കയറി എന്നുള്ളതാണ്. കൂടുതൽ പ്രവർത്തകർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, പ്രധാനപ്പെട്ട ബ്ലോക്കായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ വിവിധ ബ്ലോക്കുകൾക്കുള്ളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ ഈ പ്രവർത്തകരെ തടയാൻ പോലീസ് ഡോറും മറ്റുമൊക്കെ അടച്ച് ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മുകളിലേക്ക് എത്തണം, നേരത്തെ വൈസ് ചാൻസലറുടെ ക്യാബിനിലേക്ക് ഇവർക്ക് എത്തണം എന്നുള്ളതാണ് പ്രവർത്തകർ ഇപ്പോൾ കാണുന്നത്. പക്ഷെ അവിടെ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് SFI പ്രവർത്തകർ പല വഴികളിലൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വാതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അടച്ചു തന്നെ കിടക്കുകയാണ്. പോലീസ് അവിടെ വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. പക്ഷേ അത് കണക്കാക്കാതെ പ്രവർത്തകർ പല വഴികളിലൂടെ ഇതിനകം സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് കടന്നിട്ടുണ്ട്. അലക്സ് അത് സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അകത്ത് കടന്ന പ്രവർത്തകർ ഈ വാതിൽ തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ പ്രവർത്തകർ ആ ഗ്രില്ലൊക്കെ ബന്ധിച്ചിരിക്കുന്ന ഗ്രില്ലൊക്കെ ഭേദിച്ച് അതിൻ്റെ ലോക്കൊക്കെ തകർത്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനകത്തേക്ക് കുറെ കൂടി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. പക്ഷേ അത് പ്രവർത്തകർ അത് വകവയ്ക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ ഈ വാതിലും അകത്ത് കടന്ന പ്രവർത്തകർക്ക് ഒരുപക്ഷെ തുറന്ന് നൽകിയാൽ ഈ വാതിലിലൂടെയും ഈ പ്രവർത്തകർ, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് നിൽക്കുന്ന SFI പ്രവർത്തകർക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് കടക്കാൻ കഴിയും. അവിടെ അതിൻ്റെ പല ഭാഗങ്ങളിലായി VCയുടെ ഓഫീസുണ്ട്, രജിസ്ട്രാറുടെ ഓഫീസുണ്ട്, മറ്റ് സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കാര്യാലയം കൂടിയാണ്. അതിലേക്കാണ് പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്നത്. ആ ഡോറ് എപ്പോൾ വേണമെങ്കിലും അത് തുറക്കാവുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു. കാരണം അത് ആ നിലയിൽ ആ ഭാഗത്ത് പ്രവർത്തകരുടെ വലിയ സന്നാഹമുണ്ട്. അതൊരു പക്ഷേ തുറന്നേക്കാം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കൂടുതൽ SFI പ്രവർത്തകർ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, കേൾക്കാമെങ്കിൽ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഡോർ എപ്പോൾ വേണമെങ്കിലും തുറന്ന് ഈ പ്രവർത്തകർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അതിൽ വാതിലിലെ രണ്ട് പാളികൾ അത് പൂർണ്ണമായി ആടി തുടങ്ങിയിട്ടുണ്ട്. അത് ഇനിയും ഇതേ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഈ നേരത്തെ മതിലുകൾ ചാടിക്കടന്ന് അകത്തേക്ക് കയറിയവർക്ക് ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല. അവിടെ ഗ്രില്ലുണ്ട്. പക്ഷേ ഈ വാതിൽ പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇവർക്ക്
തൊട്ടടുത്ത് തന്നെ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി ഏറ്റവും മുകളിലത്തെ നിലയിലെത്താം. അവിടെയാണ് ചേംബർ, VC-യുടെ ചേംബർ. സ്വാഭാവികമായി ഇവരുടെ പ്രതിഷേധം VC-ക്കെതിരെയാണ്. ആ VC-യുടെ ചേംബറിൽ മറ്റ് VC-യുടെ ചുമതലയുള്ള സിസാ തോമസ് ഒന്നും ഇവിടെ എത്തിയിട്ടില്ല എങ്കിൽ പോലും ആ പ്രതിഷേധം അവിടെ എത്തി അവർക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോൾ കാണുന്ന ഈ പ്രതിഷേധത്തിന്, അതായത് മെയിൻ വാതിൽ തല്ലിപ്പൊളിച്ചകത്ത് കയറാനുള്ള ശ്രമങ്ങൾക്ക് കാരണം. എന്തായാലും അതേ രീതിയിൽ അവർ അതേ സ്ഥലത്ത് തന്നെ തുടർന്നുകൊണ്ട് ഈ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് കാര്യമായി പ്രതിരോധിക്കുന്നില്ല. അവർ ഈ വാതിൽ തള്ളി അകത്ത് കയറാനുള്ള ചില ശ്രമങ്ങളെ മാത്രമേ പോലീസ് പ്രതിരോധിക്കുന്നുള്ളൂ. ബാക്കി ഈ പ്രധാന വാതിലിന് മുന്നിൽ നിന്ന് പ്രതിഷേധം, മുദ്രാവാക്യം വിളി, അതെല്ലാം ഇപ്പോഴും അതേ രീതിയിൽ തുടരുകയാണ്. എന്തായാലും അല്പം മുൻപുണ്ടായിരുന്ന ചെറിയ സംഘർഷാവസ്ഥ ഇപ്പോൾ ചെറുതായി മയപ്പെട്ടിട്ടുണ്ട്. ഈ പോലീസുകാരും കുറച്ച് പിൻവലിഞ്ഞിട്ടുണ്ട്. SFI പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ച് ഒരു ഭാഗത്തേക്ക് കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ രണ്ട് വാതിലിന്റെ രണ്ട് പാളികൾ അത് കൂടുതൽ തള്ളിയാൽ അത് പൊളിഞ്ഞു പോകും. ആ അവസ്ഥയാണ് ഇപ്പോൾ ഇവർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അത് കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണ് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഈ വാതിൽ കടന്നാൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകളിലേക്ക് എത്തും. അവിടെ VC-യുടെ ഓഫീസ് അവിടെയുണ്ട്. താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസാ തോമസ് അവിടെ ഇല്ല. അപ്പോൾ ആ ഓഫീസിലെത്തി പ്രതിഷേധം പ്രകടിപ്പിക്കാനായിരിക്കാം SFI പ്രവർത്തകരുടെ തീരുമാനം എന്നാണ് കരുതുന്നത്. അവിടെ പക്ഷേ VC ഇന്നില്ല, താൽക്കാലിക ചുമതലയുള്ള VC-യും ഇല്ല. അതുപോലെ പിന്നീടുള്ളത് രജിസ്ട്രാറാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ സർക്കാരുമായി യോജിച്ച് അല്ലെങ്കിൽ ചാൻസലറുടെ ഒക്കെ തീരുമാനത്തിന് എതിരെ നിൽക്കുന്ന ആളാണ്. അത് ഈ പറയുന്ന സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല SFI പ്രവർത്തകർക്ക്. സ്വാഭാവികമായും അവരുടെ പ്രതിഷേധം VC-ക്കെതിരെയാണ്. പക്ഷേ VC ഇന്ന് സർവകലാശാല ക്യാമ്പസിലില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എത്തി ഈ പ്രതിഷേധം പ്രകടിപ്പിക്കാനായിരിക്കാം SFI പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്നാണ് കരുതുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ പ്രധാനപ്പെട്ട എൻട്രൻസ്, അവിടുത്തെ വാതിലുകൾ അടച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഡോറ് ഇങ്ങനെ ആടുന്നുണ്ട്. അത് വേണമെങ്കിൽ ആ ഡോറ് ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ലോക്ക് മാറുകയോ അല്ലെങ്കിൽ ആ പാളികൾ തകർന്നു വീഴുകയോ ചെയ്യാം. ആ മട്ടിലാണ് അത് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാതിലിലൂടെ പ്രവർത്തകർക്ക് അകത്തേക്ക് പ്രവേശിക്കാം. മറ്റൊരു ഭാഗത്തുകൂടി അകത്തേക്ക് കടന്ന SFI പ്രവർത്തകർക്ക് മുന്നിൽ ഗ്രില്ലുകൾ കൊണ്ടുള്ള ഒരു വാതിലുണ്ട്. ആ വാതിൽ അവർക്ക് ഇതുവരെ ഭേദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വാതിലിന് മുന്നിൽ ധാരാളം SFI പ്രവർത്തകർ അത് തകർത്ത് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ വഴിയിലൂടെ പോയാലും അവർക്ക് SFI പ്രവർത്തകർക്ക് VC-യുടെ ഓഫീസിലേക്ക് എത്താം. അങ്ങനെ VC-യുടെ ഓഫീസിലേക്ക് എത്താൻ കഴിയുന്ന രണ്ട് എൻട്രൻസുകളിലും SFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. അത് രണ്ടും പോലീസിന്റെ ഒക്കെ ഇടപെടൽ മൂലം അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷെ അത് എപ്പോൾ വേണമെങ്കിലും ആ പ്രതിരോധം തകർത്ത് പ്രവർത്തകർക്ക് VC-യുടെ ഓഫീസിന്റെ പരിസരത്തേക്ക് എത്താൻ കഴിയും. VC ഇന്ന് സർവകലാശാല ക്യാമ്പസിലില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. രജിസ്ട്രാർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമില്ലാത്തത് കൊണ്ട് ആ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർക്ക് പ്രതിഷേധിക്കേണ്ട സാഹചര്യവുമില്ല. എന്തായാലും സംഘർഷഭരിതമാണ് കേരള സർവകലാശാല ആസ്ഥാനം എന്ന് നിസ്സംശയം പറയാം. ഇത് കേരള സർവകലാശാലയിൽ മാത്രമല്ല, ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ച് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെയും ഒപ്പം VC-മാർക്കെതിരെയുമാണ് SFI-യുടെ പ്രതിഷേധം. അത് നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിലും പിന്നീട് കണ്ണൂരിലും ഈ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. കണ്ണൂരിലും സമാനമായി ക്യാമ്പസിനകത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് SFI പ്രവർത്തകർ പോയിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലും അതിനു മുന്നിലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ കേരള സർവകലാശാലയിലാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഇങ്ങനെ തുടരുന്നത്. പോലീസ് സംയമനം പാലിച്ചു പല ഘട്ടങ്ങളിലും, അല്ലെങ്കിൽ ലാത്തി ചാർജിൻ്റെ ലാത്തി വീശലിൻ്റെ ഒക്കെ വക്കോളം എത്തിയതാണ് പലപ്പോഴും അവിടുത്തെ പ്രതിഷേധം. പക്ഷേ പോലീസ് വിദ്യാർത്ഥികളെ ആ നിലയിൽ നേരിടാൻ കൂട്ടാക്കിയില്ല, തയ്യാറായില്ല എന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും നൂറുകണക്കിന് SFI പ്രവർത്തകർ ഈ കേരള സർവകലാശാലയുടെ പല ഭാഗത്തായി എൻട്രൻസുകളിൽ പ്രധാനപ്പെട്ട പ്രവേശന കവാടങ്ങളിലൊക്കെ പ്രവർത്തകരുണ്ട്. കൂടുതൽ SFI പ്രവർത്തകർ ഈ ഗേറ്റ് കടന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനെ ലക്ഷ്യമാക്കി പല വഴികളിലൂടെ നീങ്ങുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഈ പ്രവർത്തകർക്കൊക്കെ ഒരു പക്ഷേ ഈ പ്രധാനപ്പെട്ട വഴികളിൽ ആ ഗ്രില്ലൊക്കെ ഇട്ട് ഇവരെ തടഞ്ഞിരിക്കുന്ന പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്ന ആ ഭാഗത്തേക്കാണ് അവർ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രില്ല് ആ വാതിൽ തകർത്ത് പ്രവർത്തകർക്ക് വരാം, അല്ലെങ്കിൽ ഈ എൻട്രൻസിലൂടെ ഈ വാതിലിൽ അവിടെയും വരാം. ദൃശ്യങ്ങളിൽ കാണുന്നത് മറ്റൊരു വഴിയിൽ ആ പ്രവർത്തകരെ അവിടെ തടഞ്ഞിരിക്കുകയാണ് പോലീസ്. ഒരു വാതിൽ അത് ലോക്കാണ്, അത് തകർക്കാൻ കഴിഞ്ഞ കുറച്ച് സമയമായി പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അതിനെ ദുർബലമായിട്ടാണെങ്കിലും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അലക്സ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഗ്രില്ലിൻ്റെ അവിടെ കേരള സർവകലാശാല ഒരു പക്ഷേ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അതും ഈ മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ഗ്രില്ലിട്ട വാതിലാണ്.
അത് തകർക്കാൻ പ്രവർത്തകർ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട്. പോലീസ് അവിടെ നേരിടാൻ ഉണ്ട്, പക്ഷേ കുറച്ച് പോലീസേ ഉള്ളൂ. മറ്റൊരു ഭാഗത്ത് പ്രധാനപ്പെട്ട വാതിൽ അതിൻ്റെ പാളികൾ ആടുന്നുണ്ട്, അതും തകർക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഈ രണ്ട് വഴികളിലൂടെ പോയാലും ബി.സി.യുടെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് എത്താം അല്ലേ? വിജയകുമാർ, തീർച്ചയായും. അതായത് രണ്ട് വശത്തുകൂടെ കയറിയാലും വൈസ് ചാൻസലറുടെ ക്യാബിനിലേക്ക് എത്താം. അത് മുകളിലത്തെ നിലയിലാണ്, പക്ഷേ അവിടെ അതിനകത്തേക്ക് കയറാൻ പ്രവേശിക്കില്ല. കാരണം ഗ്രില്ല് ഉപയോഗിച്ച് ആ ക്യാബിൻ അതിന് ക്യാബിൻ സുരക്ഷ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ ഈ കാണുന്നത് കൂടുതൽ പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്. അവർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ചാടിക്കടന്ന് അകത്തേക്ക് കയറിയ പ്രവർത്തകർ പുറകിലത്തെ ഗേറ്റ് വഴി, പുറകിലത്തെ ഡോർ വഴി അകത്തേക്ക് കയറാനാകുമോ, ബി.സിയുടെ ചേംബറിലേക്ക് എത്താനാകുമോ എന്നാണ് അവർ കാണുന്നത്. അവിടേക്ക് പ്രവർത്തകർ ഓടുകയാണ്. വിഷഭരിതമായ ഒരു അന്തരീക്ഷം കേരള സർവകലാശാല ആസ്ഥാനത്തുണ്ട്, ഈ ക്യാമ്പസിലുണ്ട് വിജയകുമാർ എന്നുള്ളതാണ്. പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. പോലീസ് നേരത്തെ മുതൽ തന്നെ ഈ മാർച്ചിന് നേരെ പോലീസ് വലിയ ആക്ഷൻ പോലീസ് മുതിർന്നിരുന്നില്ല. പോലീസ് അങ്ങനെ മൂന്ന് വശത്തും അങ്ങനെ കൈകട്ടി ഈ സമരത്തെ നോക്കി നിൽക്കുകയാണ് വിജയകുമാർ. ഇതിൽ ഈ പ്രവർത്തകരെ ആദ്യം ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാനുള്ള ഒരു ശ്രമം നടത്തി. അത് അവിടെയെല്ലാം പ്രവർത്തകർ അത് ഭേദിച്ച് അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്ന പ്രവർത്തകർ പ്രധാനപ്പെട്ട കവാടവും പ്രധാനപ്പെട്ട ഡോറിന് മുന്നിൽ പോലീസ് തടഞ്ഞതെല്ലാം വകവയ്ക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് ചാടി കയറുന്നതാണ് നമ്മൾ കണ്ടത്. കൂടുതൽ പ്രവർത്തകരെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ പ്രവർത്തകർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ബി.സിയുടെ ചേംബറിലേക്ക് എത്തുന്ന ഇടങ്ങളിൽ, ആ വാതിലുകളിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് വലിയ ബന്ദോബസ്ത് കടന്നു വേണം അവിടേക്ക് ഉള്ളിലേക്ക് എത്താൻ എന്നുള്ളതാണ്. എന്താണെങ്കിലും രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് അവർ സമരവുമായി പോകേണ്ട ഒരു സാഹചര്യമില്ല. കാരണം കെ.എസ്. അനിൽകുമാറിനെ അങ്ങേയറ്റം അനുകൂലിക്കുന്നവരാണ് എസ്.എഫ്.ഐ പ്രവർത്തകരും. ഇതിലിപ്പോ സ്വാഭാവികമായും ഇത് കാണുന്നവർക്ക് ഒരു സംശയമുണ്ടാകും. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ ഈ കാഴ്ച കാണുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ, അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബി.സിയുടെ ഓഫീസിലേക്കുള്ള മാർച്ചാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പല വഴികളിലൂടെ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് വരുന്നു. അവരെ ബി.സിയുടെ ഓഫീസിലേക്ക് കയറാതെ നോക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അറസ്റ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ നടപടിക്കോ ഒന്നും പോലീസ് തയ്യാറാകുന്നില്ല. പോലീസിന്റെ എണ്ണം തീരെ കുറവാണോ ക്യാമ്പസിനകത്ത്? ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എല്ലാ വഴികളിലൂടെയും കൂടുതൽ പ്രവർത്തകർ ഈ സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തുന്നതാണ്, പോലീസ് അവിടെ മാറി നിൽക്കുന്നതുമാണ്. അപ്പോൾ ഈ പ്രതിഷേധം ഇങ്ങനെ തുടരുകയാണല്ലോ സർവകലാശാലയിൽ. പോലീസിന്റെ നിലപാട് എന്താണ്? അപ്പോൾ അറസ്റ്റിനോ അല്ലെങ്കിൽ ഈ പ്രവർത്തകരെ തടയാനോ ഒന്നും കൂട്ടാക്കുന്നില്ല, മാറി നിന്ന് കാഴ്ച കാണുക എന്ന നിലയിലേക്ക് പോലീസ് മാറിയിട്ടുണ്ടോ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടത്. കാരണം നിർജ്ജീവമായി പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത്. അതായത് സർവകലാശാലയ്ക്കുള്ളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിൽ അതിനകത്തൊക്കെ എസ്.എഫ്.ഐ പ്രവർത്തകർ കയറി എല്ലാ നിലയിലും കയറി അവരവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഈ ഡോറുകൾ ചവിട്ടിപ്പൊളിക്കാനും ഗ്രില്ലുകൾ തകർക്കാനും ഒക്കെ അവർ ശ്രമിക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങളിലുണ്ട്. ഈ കാണുന്നത് ജനൽ വഴി പ്രവർത്തകർ അകത്തേക്ക് കയറുന്നതാണ്. അവരെ ഇവിടെ അവരെ ബന്ദോബസ്ത് തീർത്ത് തടഞ്ഞെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള ജനൽ വഴി അപകടകരമായ രീതിയിൽ അവർ അകത്തേക്ക് കയറുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. അത് വലിയൊരു രൂക്ഷതയിലേക്ക് ക്യാമ്പസിനുള്ളിൽ, അതായത് സർവകലാശാല ക്യാമ്പസിലുള്ള സാഹചര്യം മാറുന്നു. പോലീസ് അതെല്ലാം അങ്ങനെ നോക്കിക്കണ്ട് നിൽക്കുകയാണ്. പോലീസ് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരുപക്ഷെ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ അവർക്ക് ഉണ്ടായേക്കാം. ഈ സമരത്തിന് നേർക്ക് ഒരു ആക്ഷൻ, ഒരു വലിയ രീതിയിൽ ഒരു വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന തരത്തിലേക്ക് ആ സമരം കൊണ്ടുപോകേണ്ടെന്ന് പോലീസിന് ഒരുപക്ഷെ നിർദ്ദേശം ലഭിച്ചിരിക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല കാര്യങ്ങൾ, അതും കൈവിട്ട് പോയിരിക്കുന്നു. കാരണം കൂടുതൽ പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിലേക്ക്, അതിൻ്റെ പ്രധാനപ്പെട്ട ബ്ലോക്കുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവരെ ഈ വൈസ് ചാൻസലറുടെ മുറിയിൽ അല്ലെങ്കിൽ ആ ക്യാബിനിലേക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളൊരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വനിതാ പ്രവർത്തകരടക്കം അത്തരത്തിൽ ശ്രമം നടത്തുന്നുണ്ട്. എന്താണെങ്കിലും പോലീസ് ഈ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ തുലം കുറവാണ്. അത് കുറച്ച് പോലീസുകാർ മാത്രമാണ് പുറത്തുള്ളത്. ബാക്കിയുള്ളവർ തുലം കുറവാണ് അകത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. പക്ഷെ അവർ ഈ പ്രധാനപ്പെട്ട ഡോറിന് മുന്നിൽ അങ്ങനെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സർവകലാശാലയുടെ അതായത് മൂന്ന് ഇടങ്ങളിൽ നിന്നും പ്രവർത്തകർ സർവകലാശാലയുടെ ക്യാമ്പസിനുള്ളിലേക്ക്, ബ്ലോക്കുകൾക്കുള്ളിലേക്ക് കയറാനും ഈ പ്രധാനപ്പെട്ട വി.സി ഇരിക്കുന്ന ചേംബറിലേക്ക് കയറി അവരുടെ പ്രതിഷേധം അറിയിക്കുന്നുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്, നിർബാധം നടക്കുന്നുണ്ട്. പോലീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ കൈകെട്ടി നോക്കി നിന്ന് രസിക്കുകയാണ്. വിജയകുമാർ.